കുറച്ച് പേര് ബ്ലോഗർമാരെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കേറിയിട്ട് ചെറ്റകള് അത് ആസ്വദിച്ചിട്ട് പുറത്തു വരും. ഫേസിനെക്കാളും കാലാണോ സൂക്ഷിക്കുന്നത്? അല്ല, ഞാൻ ഫേസ്ബുക്ക് സൂക്ഷിക്കാറുണ്ട്. രേണു വിത്ത് അപരാധം വേറെ ഒന്നുമല്ല, അത് തന്നെയാണ് വിഷയം. ഈ അപരാധം പിടിച്ചവള് എന്ന് അപരാധം നിർത്തുന്നു അന്നേ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് നിർത്താൻ പറ്റത്തുള്ളൂ. കാരണം അമ്മാതിരി അപരാധങ്ങളാണ് പബ്ലിക്കായിട്ട് ഈ വൃത്തികെട്ട പിശാച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവളുടെ ഒക്കെ പേരില് പബ്ലിക് ന്യൂസൻസിൽ കൊണ്ടുപോയി കേസ് കൊടുക്കണം. ഇപ്പോഴും ഇതിനെയും തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കുറെ എണ്ണങ്ങള് വേറെ. എന്ത് കണ്ടിട്ടാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അങ്ങനെ പറഞ്ഞ എനിക്കും രാവിലെ ഞാൻ പറയാനില്ല എന്നുള്ള എനിക്ക് മതി അത്ര കുറുനരി എന്നുള്ളത് മാത്രല്ലല്ലോ, ഇതിനു മുമ്പ് പല്ലീന്ന് വിളിച്ചിട്ടുണ്ട്, പാറ്റാന്ന് വിളിച്ചിട്ടുണ്ട്. ഇതൊന്നും ആദ്യമായിട്ട് കിട്ടുന്നൊന്നുമല്ലല്ലോ കുറുനരി എന്ന് വിളിച്ച എനിക്ക് മറ്റേതാണെന്ന് പറയാൻ വേണ്ടിട്ട്. ഡെയിലി ആൾക്കാരുടെ വായിലിരിക്കുന്നത് ഇഷ്ടം പോലെ കേൾക്കുന്നില്ലേ? കിട്ടിയില്ലല്ലേ? കിട്ടിയവർക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയോ കുറുനരിന്ന് പറഞ്ഞാൽ എനിക്ക് ഇല്ലല്ലോ. എന്ത് പറഞ്ഞാലും എനിക്ക് വരിക. എന്ത് നെഗറ്റീവ് പറഞ്ഞു അപ്പുറത്തൊരു ഒരുത്ത നിൽക്കുന്നുണ്ടല്ലോ, ഏതാ അത്? പുതിയ ആൽബത്തിന്റെ പുതിയ ഹീറോ ആണോ? തേഞ്ഞ് നിനക്കൊന്നും വേറെ പണിയില്ലടാ ഇവളുടെ കൂടെ ഒക്കെ ഹീറോ ആയിട്ട് നിൽക്കാൻ. അയ്യോ, നീ എയറിലും വിമാനത്തിലും മറ്റേ എന്തുവാ ബലൂണിലും ഒക്കെ കയറി പോവാടാ, എയർ ബലൂണിലടക്കം. എന്ത് പറഞ്ഞാലും അത്രേ ഉള്ളൂ. അത് കൂടുതലൊന്നും ഇനി ഇല്ലല്ലോ ഇതിനകത്ത്. നിങ്ങൾ എല്ലാരോടും വന്നിട്ട് വീഡിയോക്ക് റിയാക്ഷൻ ചെയ്യുമ്പോ നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, നാണം ഉണ്ടാടാ നിങ്ങൾക്ക്? നാണം ഉണ്ടാ? തിരിച്ചു ചോദിക്കട്ടെ, നാണം ഉണ്ടോ തള്ളേ നിങ്ങൾക്ക്? ഇതുപോലെ പബ്ലിക്കിൽ വന്ന് ചീത്ത വിളിക്കാൻ കുറച്ചെങ്കിലും നാണം. ഇവന്മാരെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്. കാരണം വെറും വൃത്തികെട്ട പരിപാടിയിൽ നിന്ന് വൃത്തികെട്ട പരിപാടിയാണ് ഈ ചെറ്റകളായിട്ടുള്ള കുറച്ച് പേര് ബ്ലോഗേഴ്സ്. ഇവന്മാരെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കേറിയിട്ട് ചെറ്റകള് അത് ആസ്വദിച്ചിട്ട് പുറത്ത് വിടും. ഇവന്മാരെ എന്താണ് പറയേണ്ടത്? എന്റെ പ്രമോഷനായിട്ട് ഞാൻ കാണും. നിങ്ങൾ പിന്നെ കാണിക്കുന്നത് നല്ല കാര്യമാണല്ലോ. നിങ്ങൾ കാണിക്കുന്നതിൽ ഒരു വൃത്തികേടും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അവിടെ കാണിച്ച് സബ്സ്ക്രിപ്ഷൻ ഇടുന്നതിലൊക്കെ ഭയങ്കര മാന്യതയാണ്. ഇവരെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതാണ് ചെറ്റത്തരം, നാറിത്തരം ഒക്കെ മാറ്റുന്നതല്ലേ. കൊള്ളാം. പുതിയ കണ്ടുപിടുത്താണല്ലോ അമ്മച്ചി. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ തന്നേക്കുന്നത് അവിടെ കാണിക്കാനില്ല. അതാദ്യം ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അയ്യോ എന്റെ ഫ്ലൈറ്റ് മിസ്സായി, അതിപ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്നും പറഞ്ഞിട്ട് കുനിഞ്ഞ് നിന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് കാണിച്ചു കൂട്ടുന്നതൊക്കെ. പരിപാടിയിൽ നിന്ന് വൃത്തികെട്ട പരിപാടിയാണ് ഈ ചെറ്റകളായിട്ടുള്ള കുറച്ച് പേര് ബ്ലോഗേഴ്സ്. ഇവന്മാരെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കേറിയിട്ട് ഈ ചെറ്റകള് അത് ആസ്വദിച്ചിട്ട് പുറത്തു വിടും. ഇവന്മാരെ എന്താണ് പറയുന്നത്? ആസ്വദിക്കാൻ വേണ്ടി മാത്രം എന്താണോ എന്തോ ഇരിക്കുന്നത്. അവിടെ എവിടെയും കാണിക്കുന്നത് കാണാൻ വേണ്ടിട്ട് കുറെ ദാരിദ്ര്യമുള്ളവന്മാര് കേറുമായിരിക്കും. ലൈംഗിക ദാരിദ്ര്യമേ, ഈ കോലില് തുണി ചുറ്റിയതാണേലും ശരി, കണ്ടാലും മതി എന്ന് പറഞ്ഞു പോകുന്ന കുറെ എണ്ണങ്ങള്, അതുപോലെയുള്ള എണ്ണങ്ങളുടെ സപ്പോർട്ട് കിട്ടും. എത്ര നാള് കിട്ടും? ലൈഫ് ലോങ് കിട്ടുമോ? കിട്ടൂല. കൂടിപ്പോയ ഒരു 2-3 മാസം, അത് കഴിയുമ്പോ അവന്മാർക്ക് മടുത്തോളും. എന്ത് പണി തരാനോ? എന്താ പണി തന്നാ തന്നു, അത്രേ ഉള്ളൂ. എനിക്ക് മുന്നും പിന്നെ നോക്കാനില്ലാത്ത ഒരാളാണ് ഞാൻ. ജീവിക്കുന്നതിന്റെ ഒരു ഇതിലാണ് അങ്ങനെ ജീവിച്ചു പോകുന്നത്. അപ്പം എനിക്കിനി ഒന്നും നോക്കാനില്ല. ഉള്ളപ്പോ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രയും. മുന്നും പിന്നെ നോക്കാൻ എനിക്ക് മുന്നും പിന്നെ നോക്കാനില്ല. എനിക്ക് റീച്ച് കിട്ടിയാൽ മതി, പൈസ കിട്ടിയാൽ മതി. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ഇന്ന് ഇപ്പം കുറച്ച് കാണിക്കാൻ തുടങ്ങിയത് നാളെ മൊത്തത്തിൽ ഒരു കാണിക്കും, അത്രേ ഉള്ളൂ. ഞാൻ വെച്ചോളാം. മൈക്ക് വെക്കുന്നതിനാണ്. നീ വെക്കണ്ട, നീ വെച്ചാ നീ വൈറലാവും. ഞാൻ വെച്ചോളാം. ഇവര് കാണിച്ചു കൊടുക്കുന്നോണ്ടാണല്ലോ മീഡിയക്കാര് വന്ന് ചോദിക്കുന്നത്. കാലും മറ്റേ ഇതൊക്കെ ആയിട്ട് സബ്സ്ക്രിപ്ഷനിൽ അങ്ങ് ഇട്ടിട്ടുണ്ട്.
നിങ്ങള് എന്ത് കാണിക്കണം കാണിക്കണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. എന്നും പറഞ്ഞ് ഇമാതിരി ചോദ്യങ്ങൾ നാട്ടുകാർ ചോദിക്കുമ്പോ അതിന് റിയാക്ട് ചെയ്യാണ്ട് ചിരിക്കാൻ പറ്റുന്ന കഴിവ് ആരാ ആരുമില്ല. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു. കാണിക്കൂ പ്രേമ. മുസ്ലിമും മിലിറ്ററി ഓഫീസറൊക്കെ പോയോ അമ്മച്ചി അപ്പൊ? അല്ല ഇപ്പൊ ആരും ഇല്ലാന്നൊക്കെ പറയുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഈ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോട് നാണമുണ്ടോ ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സാധനം നിങ്ങൾക്കുണ്ടോ എന്ന് സ്വയം ഒന്ന് ആലോചിക്കണം. ഇപ്പം സ്വർണ്ണക്കടത്തിന്റെയോ മറ്റേതിന്റെ ഒക്കെ വരുന്നുണ്ടല്ലോ. ഞാൻ വീഡിയോ നാളെ ചെയ്യുന്ന എനിക്ക് മൂടില്ല. കഷ്ടമുണ്ടടാ നിന്റെ അടക്ക കാര്യം. എത്ര പറഞ്ഞാലും നന്നാവത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സ്ത്രീയെ നിങ്ങളോട് എനിക്ക് ഒന്നും പറയാനില്ല.